ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബോച്ചെട്ടി ലക്കി ഡ്രോ വിന്നറെ അനൗൺസ് ചെയ്യാനാണ്. ബോച്ചെട്ടി വാങ്ങുന്ന ഓരോരുത്തർക്കും 25 കോടിയുടെ ബമ്പർ പ്രൈസ്, 10 ലക്ഷം രൂപയുടെ ഡെയിലി ക്യാഷ് പ്രൈസ്, കാറുകൾ, ബൈക്കുകൾ, ഫ്ലാറ്റുകൾ, അങ്ങനെ എന്തൊക്കെയാണല്ലേ. അപ്പൊ ഇന്നത്തെ ഭാഗ്യശാലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. ഈ സന്തോഷ വാർത്ത അവരെയും കൂടെ ഒന്ന് അറിയിക്കണ്ടേ. ഹലോ ഹലോ സുഫൈദ. ഹലോ, സുഖല്ലേ? ഓക്കെ, എന്റെ പേര് ആഷിക എന്നാണ്. ബോച്ചെ ടീമിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സുഫൈദ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ആണോ? ഹൗസ് വൈഫ് ആണല്ലേ. ഓക്കെ, വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഇരിക്കായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ബോച്ചേട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, 2 മക്കളുണ്ട്. മക്കളുണ്ട്. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഗൾഫിലാണല്ലേ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ബോച്ചെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ ബോച്ചെട്ടി ലക്കി ഡ്രോയിലെ വിന്നർ ആയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, 10 ലക്ഷം രൂപയുടെ സമ്മാനമാണ് സുഫേറനെ കാത്തിരിക്കുന്നത്. ഹലോ ഹലോ, എവിടെ ഫേസ് കാണാനില്ലല്ലോ, നമുക്ക് റിയാക്ഷൻ ഒന്നും കിട്ടുന്നില്ല. കരയാണോ? ആനന്ദ കണ്ണീരായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഈ 10 ലക്ഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പ്ലാൻസ്? പെട്ടെന്നൊന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ടീം പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. കണ്ടില്ലേ, സുഫേറോ ആദ്യം മുഖമൊന്നും കാണിച്ചില്ലായിരുന്നു, പക്ഷെ ആ 10 ലക്ഷത്തിന്റെ പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുടെ ഒരു സന്തോഷം. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ആവശ്യങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബോച്ചെട്ടി മേടിക്കാം. അപ്പൊ ബോച്ചെട്ടി മേടിക്കുമ്പോൾ ഈ ഒരു 10 ലാക്സിന്റെ പ്രൈസ് മാത്രമല്ല, നമുക്ക് 25 ക്രോസിന്റെ പ്രൈസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റ്, ബൈക്ക്, അങ്ങനെ മൊബൈൽ ഫോൺസ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നമുക്ക് ബോച്ചെട്ടി നമുക്ക് തരുന്നത്. സോ എല്ലാവർക്കും ബോച്ചെട്ടി വാങ്ങിച്ചു കൊടുക്കൂ, സ്വയം വാങ്ങിക്കൂ, എല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് ചായ കുടിക്കൂ. ചായയോടൊപ്പം നിരവധി സമ്മാനങ്ങളുണ്ട്. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പൊ അടുത്തൊരു വിന്നറുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.